ഈ സംഭവം പെരുന്നാൾ എന്നത് കേവലം ആഘോഷം മാത്രമല്ലെന്നും ചുറ്റുമുള്ള പാവപ്പെട്ടവരെയും അനാഥരെയും ചേർത്ത് പിടിക്കാനുള്ള അവസരം കൂടിയാണെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരിക്കൽ ഈദ് ദിനത്തിൽ മദീനയിലെ തെരുവുകളിലൂടെ നടന്നു പോവുകയായിരുന്നു നബി തങ്ങൾ. വഴിയിൽ കുട്ടികളെല്ലാം പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് സന്തോഷത്തോടെ കളിച്ചു ചിരിക്കുന്നത് കണ്ടു. എന്നാൽ ആ കൂട്ടത്തിൽ പെടാതെ പഴയ കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ച് ഒരു മൂലയിലിരുന്ന് കരയുന്ന ഒരു കൊച്ചു ബാലൻ നബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. നബി ആ കുട്ടിയുടെ അരികിലെത്തി സ്നേഹത്തോടെ അന്വേഷിച്ചു, "മകനെ, എല്ലാവരും സന്തോഷിക്കുന്ന ഈ ദിവസം നീ എന്തിനാണ് കരയുന്നത്?" ആ കുട്ടി നബിയെ തിരിച്ചറിയാതെ മറുപടി പറഞ്ഞു, "എൻ്റെ പിതാവ് പ്രവാചകനോടൊപ്പം ഒരു യുദ്ധത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷിയായി. എൻ്റെ ഉമ്മ വേറെ വിവാഹം കഴിച്ചു. എനിക്ക് വസ്ത്രമോ ഭക്ഷണമോ നൽകാൻ ആരുമില്ല. മറ്റുള്ള കുട്ടികൾ അവരുടെ പിതാവിനോടൊപ്പം സന്തോഷിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഉപ്പയെ ഓർമ്മ വന്നു." ഇത് കേട്ട പ്രവാചകന്റെ കണ്ണ് നിറഞ്ഞു. അദ്ദേഹം ആ കുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു, "ഞാൻ നിന്റെ പിതാവാകുന്നതും ആയിഷ നിന്റെ ഉമ്മയാകുന്നതും ഫാത്തിമ നിന്റെ സഹോദരിയാകുന്നതും നിനക്കിഷ്ടമല്ലേ?" ആ കുട്ടി അതീവ സന്തോഷത്തോടെ സമ്മതിച്ചു. നബി അവനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. നബി തങ്ങൾ ആ കുട്ടിക്ക് നല്ല വസ്ത്രവും ഭക്ഷണവും നൽകി സന്തോഷിപ്പിച്ചു. പിന്നീട് ആ കുട്ടി ചിരിച്ചുകൊണ്ട് മറ്റു കുട്ടികളോടൊപ്പം കളിക്കാൻ പോയി.